ഇന്ന് നമുക്ക് കുറൂരമ്മയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വേറൊരു കഥ നോക്കാം. കൃഷ്ണഭക്തനായ വില്വമംഗലം സ്വാമിയാരും കുറൂരമ്മയൊക്കെ സമകാലികരായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം കുറൂരമ്മ പൂജയ്ക്ക് വേണ്ടിയിട്ട് അവിലെടുത്ത് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറൂരമ്മയുടെ കൂടെ ഒരു ഉണ്ണിയായിട്ട് കുറൂരമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് കുറൂരമ്മയ്ക്ക് അറിയില്ല എന്ന് മാത്രം. തൻ്റെ കൂടെ ഉള്ളത് ഭഗവാനാണെന്ന് കുറൂരമ്മയ്ക്ക് അറിയില്ല. പക്ഷേ ഒരു ഉണ്ണി കുറൂരമ്മയുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഈ പൂജയ്ക്ക് വെച്ചിരുന്ന ഈ അവിലിൽ നമ്മുടെ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്യണ, ഉണ്ണിക്കണ്ണൻ ഉമ്മി കലർത്തി വെക്കുകയാണ്. അപ്പോൾ കുറൂരമ്മ പറയുന്നുണ്ട്, വേണ്ട, പൂജയ്ക്കുള്ള അവിലാണ്, അതിൽ ഉമ്മി കലർത്തരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ടും ഭഗവാൻ കേൾക്കണില്ല. പിന്നെയും ആ ഉണ്ണി എന്താ ചെയ്യണ, ഉമ്മി എടുത്തിട്ട് ഈ അവിലിൽ കലർത്തുകയാണ്. അങ്ങനെ അനുസരിക്കാണ്ടിരുന്ന കണ്ണനെ എന്ത് ചെയ്തു അവർ, കുറൂരമ്മ അരി വറക്കാൻ ഉപയോഗിക്കുന്ന ഒരു കലത്തിലിട്ടിട്ട് മൂടി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാവം തോന്നിയിട്ട് തുറന്നു വിടുകയും ചെയ്തു. ആ സമയവും നമ്മുടെ കണ്ണൻ എന്താ ചെയ്ത്, കുറച്ചും കൂടി ഉമ്മി എടുത്തിട്ട് അവലിലിട്ടിട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഈ സമയത്ത് അവിടെ വില്വമംഗലം സ്വാമിയാർ പൂജയിലായിരുന്നു. സാധാരണ പൂജാ സമയത്ത് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. എന്നാൽ ഇന്ന് ഭഗവാനെ കാണാനുമില്ല. ഇതെന്ത് അതിശയം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ ദേഹത്ത് മുഴുവനും കരിയായിട്ട് ഭഗവാൻ വരുന്നു. അപ്പോൾ ഭഗവാനോട് ദേഹത്തെ കരിയുടെ വിവരം തിരക്കിയ വില്വമംഗലത്തോട് കൃഷ്ണൻ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു. ജീവിതം മുഴുവൻ തപസ് ചെയ്യുന്ന സന്യാസികൾക്കാണ് ഭഗവാന്റെ ദർശനം കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. എന്നാൽ കുറൂരമ്മയാവട്ടെ ഭഗവാനെ അരിക്കലത്തിൽ അടച്ചിടാൻ മാത്രം പുണ്യം നേടിയിരിക്കണു. എന്താ പറയല്ലേ, കുറൂരമ്മയ്ക്ക് അറിയൂല തൻ്റെ കൂടെ ഉള്ളത് ഭഗവാനാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഭഗവാന്റെ കരിക്കഥ കേട്ട വില്വമംഗലം മനസ്സ് തുറന്ന് കുറൂരമ്മയെ വാഴ്ത്തി എന്നാണ് ഐതിഹ്യം.